ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം. ഇന്നലെ പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടില്ല. സാധാരണ ഞാൻ തലേന്ന് അത് പഠിക്കുന്ന വീഡിയോ ഇടുന്നതാണ്. കാരണം ഇന്നലെ എഡ്യൂപോർട്ടിൻ്റെ ലൈവ് ഉണ്ടായിരുന്നല്ലോ കാൽക്കുലസിൻ്റെ. അപ്പോൾ ഞാൻ അതിരുന്ന് കാണുമായിരുന്നു. എന്നിട്ട് രാത്രി ഒരു 11:15 മണി ആയപ്പോഴാണ് ഞാൻ ലാബിൻ്റെ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് 2 മണി 1:45 2 മണി വരെ ഇരുന്നു അത് പഠിച്ച് തീർത്തിട്ടാണ് കിടന്നേ. എനിക്ക് മാത്സിൻ്റെ ലാബും അതുപോലെ എല്ലാ ലാബും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഡലിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഇരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുത്തിടാനൊന്നും പറ്റിയില്ല. അപ്പം ഇന്നായിരുന്നു എക്സാം, 3-ാം തീയതി. ഇനി എൻ്റെ അടുത്ത എക്സാം വരുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അപ്പം 5-ാം തീയതിയാണ് ബോട്ടണി, ലാസ്റ്റ് എക്സാം 5-ാം തീയതിയാണ്. അപ്പം എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള എക്സാം പോലെ തന്നെ ഇതും ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഞാൻ ഭയങ്കര ടഫായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്താൽ പോയത്. കാരണം ഞങ്ങളുടെ അടുത്ത് നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏതെങ്കിലും ഒരു ബാച്ചിന് കിട്ടുമെന്ന്. അപ്പോൾ നമുക്കായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ എല്ലാം ഈസി ആയിട്ടുള്ള ലാബായിരുന്നു. നമുക്ക് അത്യാവശ്യം ചോദിച്ചത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാബായിരുന്നു. വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിച്ചു. ഫംഗ്ഷൻസ് ചോദിച്ചില്ല. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ചോദിച്ചു. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചോദിച്ചു. LPP ചോദിച്ചു. 6 അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തിൽ 5 എഴുതി. ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം 6 ഉള്ളതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ആദ്യം തുടങ്ങാമല്ലോ. അപ്പം ആദ്യം ചെയ്തത് ഞാൻ വാല്യൂ ഓഫ് ഫംഗ്ഷനാണ്. വാല്യൂ ഓഫ് ഫംഗ്ഷനിലെ എല്ലാം ഒരു 3-4 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളത്. അപ്പം അതെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ സിമ്പിളിൽ നിന്ന് തുടങ്ങി. ഞാനെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ നോക്കിയിട്ടാണ് തുടങ്ങിയത്. അപ്പം അത് ചെയ്തു. എന്നിട്ട് ഞാൻ തൊട്ടടുത്ത ചെയ്തത് എൻ്റെ ഓപ്ഷനകത്ത് തൊട്ടടുത്ത കിടന്നത് ലാബ് 3 പക്ഷേ ഞാൻ അടുത്ത ചെയ്തത് ഷിഫ്റ്റിംഗാണ്. എനിക്കതാ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. അപ്പം ഷിഫ്റ്റിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡൊമൈൻ ചെയ്തു. ലാബ് 3 തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ LPP ചെയ്ത സമയത്ത് 2 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 5 മാർക്ക് വീതം 10 മാർക്ക്. LPP ആണെങ്കിൽ എനിക്ക് ഒരെണ്ണം കിട്ടിയത് നമ്മുടെ ഒരു അൺബൗണ്ടഡ് റീജിയൺ ആയിരുന്നു. അതുള്ളതായതുകൊണ്ട് മാക്സിമം ഇല്ലാത്തത് മിനിമം ഉണ്ട്, മാക്സിമം ഇല്ല. ആദ്യത്തേത് മാക്സിമം മിനിമം ഉണ്ട്. അതിൻ്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാനായിരുന്നു. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കിട്ടിയില്ല, അതുപോലെ ഫംഗ്ഷൻസ് കിട്ടിയില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു ഭയം. അത് കിട്ടിയില്ല. ഫംഗ്ഷൻസ് ആയിരുന്നു ഒരു ടെൻഷൻ. പിന്നെ ഞങ്ങളുടെ അടുത്ത് ടീച്ചർ പറഞ്ഞൊരു 5-6 ലാബ് അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ 5 അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു 5 മതിയോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു 5 ചെയ്ത 5 കറക്റ്റ് ആണോ എന്ന് അനലൈസ് ചെയ്ത് നോക്ക്. 4 മതിയല്ലോ ശരിക്കും. അങ്ങനെ ഞാനിരുന്ന് 5 ചെയ്തിട്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെയ്തത്. അതിനകത്ത് ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു. അതിനകത്ത് എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിച്ച സമയത്ത് ഞാൻ 2h ഇൻറ്റു ചെയ്തില്ല. പിന്നെ 2h ഇൻറ്റു ചെയ്ത് എഴുതി. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. 2h ഇൻറ്റു ചെയ്ത് എഴുതി. പിന്നെ ലിമിറ്റ് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ആ വാല്യൂ കറക്റ്റായിട്ട് കിട്ടത്തില്ല. പഴയ ഏതെങ്കിലുമൊക്കെ വരും. തൊട്ട് മുമ്പേ ചെയ്തതിൻ്റെ ലിമിറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇടുന്നത്. ലിമിറ്റ് മാറ്റാൻ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഒരെണ്ണം പറ്റിയെന്ന് വെച്ചാൽ ABS ഇടാൻ മറന്നുപോയി. പിന്നെ ഞാനൊന്നുകൂടെ ചെയ്ത് ABS ഇട്ട് എഴുതി. ABS ഇട്ടില്ലെങ്കിൽ ഈ ഏരിയ വരുമ്പം താഴെ നെഗറ്റീവ് വരുന്നതായതുകൊണ്ട് പ്ലസ് ചെയ്യുമ്പോൾ 0 ഒക്കെ ആയിപ്പോൾ. അതുകൊണ്ട് ABS ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ചിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ യൂണിറ്റ് സർക്കിളൊക്കെ ചെയ്യുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ട്രിഗ്നോമെട്രി ആണല്ലേ? ട്രിഗ്നോമെട്രി വന്നില്ല. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഞാൻ ചെയ്തില്ല. എനിക്കതായിരുന്നു കൂട്ടത്തിൽ കുറച്ച് പണിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. വാല്യൂ ഓഫ് ഫംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഒരു സൈനിൻ്റെ ഒരെണ്ണം കണ്ടുപിടിക്കുകയാണ്. സൈൻ 7.7 ആണെന്ന് തോന്നുന്നു. അതുണ്ടായിരുന്നു. പിന്നെ ഒരു നമ്പർ റൈസ് ടു x അതിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു. പിന്നെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിനകത്താണെങ്കിൽ ഗ്രാഫിൻ്റെ പെക്യുലാരിറ്റി ചോദിച്ചു. പിന്നെ വേറൊരു ഗ്രാഫിൻ്റെ അതിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഗ്രാഫും ഇതും കോയിൻസൈഡ് ചെയ്യാനുള്ള എയുടെയും ബിയുടെയും വാല്യൂ എഴുതാൻ തന്നു ചോദിച്ചു. പിന്നെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. f(x) − g of x വെച്ചിട്ട് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ റേഞ്ച് എഴുതാൻ, ഡൊമൈൻ ഇല്ല, റേഞ്ച് എഴുതാനേ ഉള്ളത്. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ചിനകത്തെ ചോദിച്ചത് ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ക്വസ്റ്റിനോടുണ്ടായിരുന്നു. ആ 4 ക്വസ്റ്റ്യൻ്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റിനോട്, അതാണോ റിഫ്ലക്ഷൻ? അത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊത്തത്തിൽ എനിക്ക് മാത്രമുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു എക്സാം എഴുതിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് പിന്നെ അത് ഓർമ്മ കിട്ടത്തില്ല. അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട്, എനിക്ക് ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മറന്നുപോയി മൊത്തം. എന്താ ഷിഫ്റ്റിങ്ങും
വാല്യൂ ഓഫ് ഫംഗ്ഷനും ഡൊമൈനും ഒക്കെ തമ്മിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നത് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ വന്നത്. പിന്നെ ഫങ്ഷൻസ് ഒന്നുമില്ല. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിനകത്തിലൊരു നമ്മൾ എന്തുവാ ഞാൻ ജസ്റ്റ് വായിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് മോഡൽ എക്സാമിന് വന്നതിൻ്റെ തന്നെ കുറച്ച് വാല്യൂസൊക്കെ മാറ്റി ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമായിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിനകത്തുനിന്ന് വന്നത് ഒരു 5 എണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വന്നു. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, 2 ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മുമ്പത്തെ ബാച്ചുകാർ കയറിയ സമയത്ത് വൈവയുടെ കാര്യം ചോദിക്കും, നല്ല രീതിയിൽ വൈവ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡൊമൈൻ എന്തുവാ റേഞ്ച് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഡൊമൈൻ റേഞ്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എക്സ് ആക്സിസിൻ്റെ കാര്യം പറഞ്ഞപ്പം അല്ലാതെ ഇപ്പം ഗ്രാഫ് തരാതെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ +1 ഒരു തിയറി അത് എടുത്ത് ഇന്നലെ നോക്കിയിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എൻ്റെ അടുത്ത് വൈവയൊന്നും ചോദിച്ചില്ല, രക്ഷപ്പെട്ടു. എൻ്റെ അടുത്ത് കാര്യമായിട്ട് അങ്ങനെ വൈവയൊന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ ഒരു ലാസ്റ്റ് ഒരു തിരക്കില്ലേ, ഒരു സമയം എല്ലാവരും കൂടെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു തത്രപ്പാടുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഇറങ്ങുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കൊണ്ട് അവിടെ ഇരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു 6ാമത്തെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ നല്ലത് 5 എണ്ണം ഒന്നുകൂടെ നോക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടി ഇരുന്ന് നോക്കി, എന്നിട്ടെല്ലാം കൺഫേം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴൊരു സമാധാനം കിട്ടിയത്. ആദ്യം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, തെറ്റാണോ ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതെല്ലാം കൺഫേം ചെയ്തിട്ട് എഴുതിയ. പിന്നെ നമ്മൾ ലാബിൻ്റെ അടുക്ക് നല്ല ഒരു വലിയൊരു കുത്തിട്ട് തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ പേജ് വരെ ഇപ്പുറത്തെ പേജല്ല, ബൈൻഡിൻ്റെ വെളി വരെ കുത്തിക്ക് വെച്ച്. അപ്പം അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഏതാണ്ട് തീരാറായി. ഞാനിപ്പം തിയറി പഠിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇന്നോടെ ആകുമ്പോൾ മാത്സ് കംപ്ലീറ്റ് ആവും. ഇന്നലെ ഇരുന്ന് കാൽക്കുലസിൻ്റെ ലൈവ് കണ്ടു. എനിക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഞാൻ കണ്ടില്ല, കാരണം രാത്രി ആയി കഴിഞ്ഞപ്പം ഈ ലാബിൻ്റെ പഠിക്കാൻ ഇരുന്നിട്ട് ഞാൻ കണ്ടു തീർത്തില്ല. ഇടയ്ക്ക് വെച്ചൊന്ന് എണ്ണിക്കേണ്ടി വന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെക്ടറും 3Dയും പിന്നെ പ്രോബബിലിറ്റി നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അതാകുമ്പോൾ മാത്സ് ഏതാണ്ട് ഒരു കരക്കെത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ദിവസം അടുത്തത് എടുക്കണം. ഇനി മറ്റന്നാളാകുമ്പോൾ ബോട്ടണി ഉണ്ട്. ബോട്ടണി എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കൂടെ ഞങ്ങൾക്ക് മോഡലിൻ്റെ സമയത്ത് മൈക്രോസ്കോപ്പിക്കൂടെ നോക്കി കഴിഞ്ഞപ്പം ഒരു സംശയം ഉണ്ടായിരുന്നു, മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ. നോക്കുമ്പം വാസ്കുലർ ബണ്ടിലെല്ലാം റിങ്ങിൻ്റെ ചുറ്റിനും അറേഞ്ച് ചെയ്ത് കൂട്ടാൻ എനിക്ക് ആദ്യം തോന്നി. ഞാൻ 3 വട്ടം പോയി നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്, മൈക്രോസ്കോപ്പി 3 വട്ടം പോയി നോക്കി. ആദ്യം നോക്കിയപ്പോൾ എനിക്ക് മോണോക്കോട്ടാണെന്ന് തോന്നി, പിന്നെ ഡൈക്കോട്ടാണെന്ന് തോന്നി, പിന്നെയും ഡൈക്കോട്ടാണെന്ന് തോന്നി. ഉറപ്പ് വരുത്തിയിട്ടാണ് 3ാമത് വരുന്ന ഏതാണോ അത് എഴുതാമെന്ന് പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഡൈക്കോട്ടാണെന്ന് തോന്നി, അത് എഴുതി. കറക്റ്റായിരുന്നു എന്തായാലും. പിന്നെ ഞങ്ങൾക്കിപ്പം എനിക്കൊന്നു മൈക്രോസ്കോപ്പിക് മാക്രോസ്കോപ്പിക് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് 6 എണ്ണത്തിൽ ഒരെണ്ണമല്ലേ വെക്കുന്നത്. അപ്പോൾ അത് ഫേൺ പ്രോത്താലസ്, റൈസോപ്പസ്, പിന്നെ ഏതൊക്കെയോ അഗാരിക്കസ്, സ്പൈനസ്, ഫീമെയിൽ മെയിൽ കോണൊക്കെയുണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ ക്യാരക്ടർ തന്നെ പഠിക്കണം. അത് ജസ്റ്റ് ഇനി ക്രൊമാറ്റോഗ്രഫി, പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആയാലും ഹൈഡ്രലി എക്സ്പെരിമെൻ്റ് ഒക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ എയിമൊക്കെ പഠിക്കണം. അതിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും വൈവ ചോദിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടണി എന്താണ് ചോദിക്കുന്നതെന്നുള്ളത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞവർ കാണുമല്ലോ എന്തായാലും ബോട്ടണി സുവോളജി. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് ഒരു ടെൻഷനുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.